என்னுயிரே பெண் கிளியே என்னகமே தேன்மழே മനുവേട്ടാ ഇക്കളിയാക്കല്ലേ. നമ്മളെ ഹണിമൂണിന് വന്ന കാര്യം നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അവിടെ ഇപ്പൊ തരാനൊന്നും പറ്റൂല. ദേ അവിടെ ഇരിക്കുന്നതൊക്കെ മലയാളികളാ. എങ്ങനെ മനസ്സിലായെന്നാ? ഒരാണും പെണ്ണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ദേ ഇങ്ങനെ ഇരുന്ന് നോക്കണമെങ്കിൽ അത് മലയാളി തന്നെ. ഇങ്ങനെയൊക്കെ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് കൂടെ ആരെങ്കിലും വേണ്ടേ? അപ്പൊ നിങ്ങൾ ചോദിക്കും എന്റെ ഭർത്താവ് എവിടെയെന്ന്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എവിടെ എന്റെ ഭർത്താവ്? എടി മരുമോളെ. അയ്യോ അമ്മ എവിടെയായിരുന്നു അമ്മേ? നിർത്തടി നിന്റെ ഓവറാക്കി. എന്റെ മോ എവിടെ? അത് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ചോദ്യമല്ലേ, എവിടെ എന്റെ ഭർത്താവ്? കല്യാണം കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചതാണ് ഹണിമൂണിന് ഗോവ തന്നെ വരണമെന്ന്. അങ്ങനെ ബുള്ളറ്റിൽ കയറിയിരുന്ന അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല. അതിനു മുമ്പ് ഒറാങ്കുട്ടനെ പോലെ നിങ്ങൾ എന്തിനെന്ന് പറഞ്ഞത്? വിട് ഗോവയ്ക്ക്. വിട് ഗോവയ്ക്ക്. കോമയെ കിടക്കേണ്ട പ്രായത്തിൽ അവർക്ക് ഗോവയെ കിടക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനും മനുവേട്ടനും കൂടെ ബോട്ടിൽ കയറാൻ പോണെന്ന് പറഞ്ഞപ്പം അവർക്ക് ചവിട്ടണ ബോട്ട് വേണം എന്ന്. ആ കാല് വെച്ച് ചവിട്ടാനും പറ്റൂല. അതിന് ഞാൻ വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് എന്നിട്ട് അവരെന്നെ ചവിട്ടി. എടി എന്നിട്ട് ഇപ്പൊ എന്റെ മോ എവിടെ? നമ്മൾ രണ്ടുപേരും കൂടെ ഗോവയെ കിടന്ന് കറങ്ങുന്ന സമയത്തെ പാവ എന്റെ മനുവേട്ടെ ബോട്ട് മാറി കയറി അതോ മീൻ പിടിക്കുന്ന ബോട്ടിൽ നടുകടലേക്ക് കറങ്ങിയായിരുന്നു. അവൻ അങ്ങനെ തന്നെ വേണം. എടി നീ അവനെ കറക്കി കല്യാണം കഴിച്ച് കല്യാണത്തിന് ശേഷം അവനെ ഇട്ട് കറക്കണ്. നിങ്ങളും കൂടെ ഗോവയിൽ വന്നതാണ് ഇപ്പൊ ഇത്രയും പ്രശ്നമായത്. ഞാനും ഒന്ന് ചില്ലാവട്ടെ. നിങ്ങളെ സ്വഭാവം അനുസരിച്ചേ വൈകാവെ ചില്ലാവുകയും ചെയ്യും, ഹാരവും വീഴും. ഓ അപ്പൊ നീ എനിക്ക് ഹാരം വീഴ്ത്താടി ആ കുന്തത്തി കയറ്റി കറക്കിയത്? അത് പാരച്ചൂട്ട്. പാരച്ചൂട്ടല്ലോ, പാര വെച്ച് നീ എന്നെ ഏതോ ചൂട്ടി കയറ്റി വിട്ടത്. ആ സാധനത്തിൽ 2 പ്രാവശ്യം കറങ്ങിയപ്പോ തന്നെ എനിക്ക് തല ഇറങ്ങണ്. 2 മണിക്കൂറത്തെ ശല്യം ഒഴിപ്പിക്കാനല്ലേ നിങ്ങൾ അതി കയറ്റി വിട്ടത്? പിന്നെ എങ്ങനെ താഴെ ഇറങ്ങി? ഞാൻ ആ വലിയ ബലൂൺ കുത്തി പൊട്ടിച്ച് കാറ്റൊക്കെ കളഞ്ഞ് താഴെ ഇറങ്ങി. അയ്യോ നിങ്ങൾ ആ പാരച്ചൂട്ട് കുത്തി പൊട്ടിച്ചാ ഇനി അതിനൊക്കെ ആര് പൈസ കൊടുക്കും? കളവി, നിങ്ങൾ ഇനി ഒരു നിമിഷം ഇവിടെ നിന്നു അവരുത്. വാ വീട്ടിൽ പോവാ. ഞാൻ ഇപ്പഴൊന്നും വരൂല. എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്. ആ കടൽ കണ്ട അതിലെനിക്കിങ്ങനെ ഒഴുകി നടക്കണം. അത് സമയം കൊടത്തി കെട്ടി ഇങ്ങനെ ഒഴുക്കി. എന്താടി പറഞ്ഞ? ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്റെ മോ അത് കേക്കും. നിന്നെ കെട്ടിയാന്ന് നിന്നെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തിനെ കെട്ടാൻ പറഞ്ഞ അവൻ കെട്ടും. പക്ഷെ ഞാനത് പറയില്ല. അതെന്താ നിനക്കറിയോ? അമ്മയ്ക്ക് എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ. നിനക്കെട്ട് പണിയൊന്നും എനിക്ക് മതിയാവണില്ലടി. നീ എന്റെ കൂടെ നടന്ന് കൊറേ കൂടെ അനുഭവിക്കണം. ഇങ്ങനൊരു സൈക്കോ തള്ള. അയ്യോ അമ്മേ, എന്തോ പിടിക്കടി. നീ കുറച്ചും കൂടെ അമർത്തി പിടിക്കടി. നീയൊക്കെ ഉണ്ടല്ലോ എന്റെ കാൽ കീഴി കിടക്കമുള്ളവളാണ്. നിങ്ങളെ എന്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കണം. നിങ്ങളെ ഭർത്താവ് കിണറ്റി വീണ് കിടന്നപ്പോ നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്ന്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രക്ഷിക്കാൻ. അതിനെനിക്ക് പഞ്ചായത്തിൽ നിന്ന് അവാർഡ് വരെ കിട്ടിയതല്ലേ. എടി തള്ളിയിട്ടതിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് എനിക്കും കിട്ടിയേനെ. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ തള്ളിയിട്ടത്? ആടി, നിങ്ങളെ ഉറക്കത്തിൽ പോലും മനുഷ്യന് സ്വസ്ഥത തരൂല, അറിയാമോ? ഞാൻ എന്തരടി ഉറക്കത്തിൽ കാണിച്ചേ? കഴിഞ്ഞ ദിവസം ഉറങ്ങി കിടന്നപ്പോ നിങ്ങൾ എന്റെ കഴുത്തി കയറി പിടിച്ചില്ലേ? അതൊക്കെ നിനക്ക് തോന്നുന്നതാ? കഴുത്തി പിടിച്ചെന്നാ? അല്ല, ഞാൻ ഉറങ്ങിയത്. എന്റെ പൊന്നു യമദേവാ, നിങ്ങൾ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്? ഒരു കയറിങ്ങിട്ട് എന്നിരുന്നെങ്കിൽ ഇതങ്ങ് കയറി വരൂലേ? ഞാൻ ഇതിനടി അതി കയറി പിടിക്കണ? നിങ്ങൾ ലോകത്തുള്ള എല്ലാ വള്ളികളും പിടിക്കണുണ്ടേ. അപ്പൊ അതിലും കൂടെ പിടിച്ചെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും. എടി അങ്ങനെ ഞാൻ പിടിച്ചാൽ ഏറ്റവും വലിയ വള്ളിയാണടി നീ. നിങ്ങൾക്ക് ഞാൻ വള്ളി. പക്ഷെ എന്റെ ഭർത്താവിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് ടെൻഷൻ വന്നാലും നമ്മളെ കല്യാണ ഫോട്ടോ എടുത്ത് വെച്ചങ്ങോട്ട് നോക്കും. അപ്പൊ സമാധാനാവും. അഥവാ സമാധാനിക്കണമെന്നല്ല, നിന്നെ പോലെ വലിയൊരു ദുരന്തം സഹിച്ച അവന് ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നിസ്സാരം എന്നാലോചിക്കുന്നതാ. നിങ്ങൾക്ക് ഭർത്താവ് മക്കളും ഒക്കെ ഉള്ളതല്ലേ, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്. ഭർത്താവിന്റെ മക്കളുടെയും കാര്യം നീ ഇവിടെ വെച്ച് മിണ്ടരുത്. അതെന്ത്? ആയിരിക്കണം അണ്ണനെ കണ്ട. അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞെങ്ങനെ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പൊ ഇതൊക്കെ കളറടിച്ചാണെന്ന്. ഇപ്പൊ അണ്ണന്റെ ബെസ്റ്റിയെ ഞാൻ നിന്നെ പറഞ്ഞോണ്ടിരിക്കണ. നിങ്ങൾ എന്നെ ഈ പറയണതൊക്കെ എന്റെ അച്ഛൻ കേട്ടാലേ പറന്നിങ്ങി വരും. അങ്ങനെ പറന്നിങ്ങ് വരണമെങ്കിൽ അത് നിന്റെ അച്ഛനല്ല, അതാണ് അപ്പൂപ്പൻ താടി. എന്റെ അച്ഛനെ കളിയാക്കല്ലേ. കളിയാക്കല്ലേ എന്നാ? ഇവൾ അച്ഛന്റെ കാര്യം അറിയാമോ? ആദ്യമായിട്ട് ഏസി കണ്ടപ്പോ ഇത്രയും വലിയ മൗത്തോർക്ക് ആര് വാങ്ങിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് വെച്ച് ഊതാൻ നോക്കിയവനാണ് ഇവൾ അച്ഛൻ. ഓ, നിങ്ങൾ വലിയ ബുദ്ധിമതി. വയ്യാതെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഷുഗർ ചെക്ക് ചെയ്യണോന്ന്. ഇവരവിടെ നിന്ന് നേരെ അവര് വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന പഞ്ചസാര തൂക്കി നോക്കിയിട്ട് ഡോക്ടറിന്റെ അടുത്ത് എന്ന് പറയല്ലേ 1/2 കിലോ ഉണ്ട് ഡോക്ടറെ. ചേട്ടൻ വിളിക്കുന്നു. ഇട. ഹലോ ചേട്ടൻ എവിടാ? ദുബായിലാ? എന്റെ ദൈവമേ, നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു മനുഷ്യ?
ആ ബോട്ട് ഇപ്പൊ ദുബായിലെത്തിയെന്ന്. അപ്പൊ ഇപ്പൊ എന്റെ മോ ദുബായിലാടി. ഓ ഇനിയിപ്പൊ എന്ത് ചെയ്യും? വിട് ദുബായിക്ക്. അങ്ങനെ ഗോവ വഴി നമ്മൾ എവിടെ എത്തി? എന്നാലും നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്ന ആ സുന്ദരി എന്ന് വരും എന്നുള്ളതാണ്. തൈലത്തിന്റെ മണം തീരാറായി. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നമുക്കൊരു തൈലം കിട്ടി ഇവിടെ. അത് രണ്ടും തേച്ചിട്ട് നമ്മുടെ ആ രണ്ട് ചേട്ടന്മാർ ഇരിക്കുകയാണ് ഒരു സുന്ദരിയും കാത്ത്. ഏതെങ്കിലും സുന്ദരിമാരെ ഇവിടെ കണ്ടായിരുന്നോ? ആരെങ്കിലും വഴി ചോദിച്ചോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകേണ്ട വഴി ഇല്ലല്ലേ? പോടെ, നമുക്ക് എന്തായാലും സ്കിറ്റിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. പക്രു ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗോവ ട്രിപ്പ്? സ്കിറ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഗോവയ്ക്കൊക്കെ ഒന്ന് വരണം എന്ന് തോന്നി. നിങ്ങളുടെ ആ ഉത്സാഹമൊക്കെ കണ്ടപ്പോഴും പിന്നെ പ്രതീക്ഷിക്കാതെ എനിക്കൊരു റോളും തന്നു. എന്നെ നോക്കിയിട്ട് ആ അണ്ണൻ എന്റെ ബെസ്റ്റിയാന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് അങ്ങോട്ട് ഗോവയിലേക്ക് വരാൻ തോന്നി. നല്ല രസമുണ്ടായിരുന്നു മക്കളെ. രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് എന്താ പറഞ്ഞ വാശിക്കൊക്കെ അഭിനയിക്കില്ലേ, അതാ ഹൈ വോൾട്ടേജ് പെർഫോമൻസ് ആണ്. അതൊന്നുമല്ല, നമുക്ക് ആ പെർഫോമൻസ് കൗണ്ടറൂടെ വന്നാലേ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് കയറുള്ളൂ. അങ്ങനെ ചെറിയൊരു കാര്യമുണ്ട്. അടുത്ത സ്കിറ്റ് ഇതിന്റെ മോള് നിൽക്കണം. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, മോള് പറഞ്ഞല്ലോ മോള് യുവജനോത്സവത്തിലൊക്കെ മത്സരിക്കുന്നു, ഇത്രയും എമൗണ്ട് ഒക്കെ ആവുമെന്ന്. അപ്പൊ അത്രയും പൈസയൊക്കെ വരാൻ വേണ്ടി എത്ര ഇനത്തിലായിരിക്കും മത്സരിക്കുന്നത്? ഞാൻ ഭരതനാട്യം, ഫോക്ക്, മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കഥകളി, പിന്നെ മോണോ ആക്ട്. ഓൾറൗണ്ടർ 5 ഐറ്റം. കലാതിലകം അതിലേക്കുള്ള പോക്കാണ്. അതാണ്. അല്ല, നമ്മളെങ്ങോട്ടേക്കാ പോക്ക്? നമ്മള് മോണോ ആക്ട്, പ്രസംഗം, അങ്ങനെയൊക്കെയാണ്. അടിപൊളി. രണ്ടുപേരും ഉണ്ട്. രണ്ടുപേരും മിടുമിടികളാ. അതാണ്. അല്ലെ, നമുക്ക് കുറച്ച് ട്രിപ്പ് പോയാലോ? ട്രിപ്പിന്റെ കഥകൾ കേൾക്കാം. ആ സ്കൂൾ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോയോ? പാരന്റ്സ് ഇല്ലാണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടോ? ഞങ്ങളുടെ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോലെ ആയിരുന്നു ഞങ്ങൾ തഞ്ചാവൂർ എല്ലാരും ഒന്നിച്ച് പോയത്. പേരന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ആ ഒരു വൈബിൽ തന്നെ നിന്ന് ഞങ്ങളെ പക്ക ഫ്രീഡം തന്നായിരുന്നു കൊണ്ടുപോയത്. തഞ്ചാവൂർ പോയത് എന്തിനായിരുന്നു? തഞ്ചാവൂർ മാർഗംകളിക്ക് ഞങ്ങൾ പോയായിരുന്നു. അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ സൗത്ത് സോൺ കൾച്ചറൽ പ്രോഗ്രാമിന് പോയായിരുന്നു. എന്നിട്ട് ആ പോയ പോക്ക് ഒരു ട്രിപ്പ് പോലെ ആയിരുന്നു. ഫ്രീ ആയിരുന്നു. അവിടെ വൈകിട്ട് സ്റ്റേ ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഇവിടുന്ന് പോയത് നിങ്ങള്? ഇവിടുന്ന് ഞങ്ങള് ട്രാവലറിനാ പോയത്. ആണ്. അപ്പൊ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ച് ആണ് ഫുഡൊക്കെ അടിച്ച്. പാട്ട് ഏതായിരിക്കും? ഫസ്റ്റ് ട്രാവലർ കഴിയുമ്പോ പാടിയ പാട്ട് ഏതായിരുന്നു? ഇതല്ലേ മോളെ തഞ്ചാവൂര് പൊണ്ണുക്ക് തിരുമണം, അതല്ലേ? ആദ്യമേ നമ്മള് പ്രാർത്ഥനയോടെ വേണല്ലോ തുടങ്ങാൻ. അതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുമല്ലോ. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവം ഇതിന്റെ ഇടയ്ക്ക് നടന്നു. അയ്യോ, അതെന്നാ ഞങ്ങളുടെ ശ്രദ്ധ എല്ലാം അങ്ങോട്ടേക്ക് പോവാണ്. അതിന്റെ ഇടയ്ക്ക് കൂടി പുള്ളിയുടെ പാട്ടിന്റെ പ്രൊമോഷൻ. പുള്ളിയുടെ പാട്ടാ അത്. അതിന്റെ ഇടയ്ക്ക് അത് ഫ്രീ ആയിട്ടങ്ങ് അമൃതേ കൂടെ അങ്ങ് പോട്ടെന്ന്. പക്ഷെ ഞങ്ങൾ അതിന് പറഞ്ഞെന്താ, ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലാന്ന്. സോറി കേട്ടോ. അത് കേട്ടിട്ട് പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നല്ലോ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് മൂളുമ്പോ രണ്ടുപേരും കേൾക്കാം. രണ്ടുപേരും ഒന്ന് പാടിക്കൊന്ന് കേക്കട്ടെ. തഞ്ചാവൂര് പൊണ്ണുക്ക് തിരുമണം, അഞ്ചത്താലി 3 മുടി പോടണം, ഒരു സനം എല്ലാം ഒന്ന കൂടണം, നീങ്ക ഒരു മച്ചൻ ദമ്പതിയായി വാഴണം. ഈ പാട്ട് വേറൊരു ഓൾറൗണ്ടർ. ഈ പാട്ട് പാടിയതിനു ശേഷം ഉണ്ടല്ല തഞ്ചാവൂരിലുള്ള 6 പ്രോഗ്രാം എനിക്ക് ക്യാൻസലായി. അല്ല, ചുമ്മാ പറഞ്ഞ പോലെ. പിന്നെ അവരെ അവിടെ കേറി പോരുത്, മുട്ടുകാല് തല്ലി അവിടെ ലുക്ക് ഔട്ട് ഉണ്ടോ? ചെക്ക് പോസ്റ്റിൽ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഈ പുള്ളിയെ കടത്തി വിടരുത്. എന്നാ ബാറ്ററി എത്ര ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഗോവൻ ട്രിപ്പിന് എത്രത്തോളം ബാറ്ററി ചാർജ് ആക്കി തന്നിട്ടുണ്ട് നോക്കാം. എത്ര പ്രതീക്ഷിച്ച കിട്ടുമെന്ന്? 18 എത്ര ആയാലും കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. ഒരു കാര്യമുണ്ട്, 15-ന് മുകളിൽ കിട്ടാന്ന് പറഞ്ഞ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സ്കിറ്റ്. വെരി ട്രൂ. ആ ചെറിയ കാര്യമല്ല അത്. പൈസ ട്രാൻസ്ഫർ ചെയ്താ ഞങ്ങൾക്ക് ട്രിപ്പ് പോകാനുള്ള ഇടയ്ക്ക് ഇത് കൊടുക്കുന്നതായോണ്ട് ഞാൻ മറക്കാറുണ്ട്. വന്നു